രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണിയുമായി ബി.ജെ.പി. നേതാവ് തർവീന്ദർ സിംഗ് മർവ. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ ഗതി വരുമെന്നാണ് തർവീന്ദർ സിംഗ് മർവ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. രാഹുൽ ഗാന്ധി സിഖുകാരെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന ഇന്ത്യയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി. ഇദ്ദേഹം ഒരു സിഖ് സമുദായ നേതാവ് കൂടിയാണ്. ആ തർവീന്ദർ സിംഗ് മർവ മുമ്പ് പാർലമെന്റേറിയനായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിയമസഭയിലടക്കം ജയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പണ്ടൊരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു. 2022 ജൂലൈയിലാണ് ബി.ജെ.പിയിലേക്ക് വന്നത്. വളരെ മോശകരമായ, അതായത് ഡെത്ത് ത്രെറ്റ് എന്നൊക്കെ ഒരാൾക്ക് പറയുന്നത് ഒരു കാരണവശാലും ചെയ്തുകൂടാത്തതാണ്. അതും ഇന്ദിരാഗാന്ധിയെ പോലൊരു വ്യക്തി ഇന്ത്യക്ക് വേണ്ടി വെടിയേറ്റാണ് മരിച്ചത്. നമ്മുടെ നാട്ടിൽ സിഖ് സമുദായത്തിൽ തീവ്രവാദം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രൗഢഗംഭീരമായ സമൂഹമാണ് നമ്മുടെ സിഖ് സമൂഹം. നമ്മുടെ അഭിമാനമാണ്. ഇന്ത്യയെ നൂറ്റാണ്ടുകൾ സംരക്ഷിച്ച സമൂഹമാണ്, സമുദായമാണ്. അവരുടെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനമാണ്. എന്നാൽ ആ സിഖ് സമുദായത്തിലെ കുറെ ആൾക്കാർ ഖാലിസ്ഥാനി തീവ്രവാദികളായി പോയപ്പോൾ, തമിഴരിലെ കുറെ ആൾക്കാർ തമിഴ് തീവ്രവാദികൾ അല്ലെങ്കിൽ തമിഴ് പുലികളായി പോയപ്പോഴാണ്, അല്ലെങ്കിൽ ശ്രീലങ്കയിലെ തമിഴ് പുലികളുമായിട്ടൊക്കെ ഉള്ളൊരു ആ ലൈനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് രാജീവ് ഗാന്ധിയെ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഖാലിസ്ഥാനി തീവ്രവാദത്തിന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വധഭീഷണി വന്നത് അപലപനീയമാണ്. കോൺഗ്രസ് ശക്തമായി തന്നെ ഇതിനെതിരെ FIR ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് FIR ഇടുകയും വേണം. രാഹുൽ ഗാന്ധിയുടെ സിഖ് പരാമർശത്തോട് വിനയത്തോടെ വിയോജിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹം കുറെ കൂടെ മയപ്പെടുത്തണമായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. പക്ഷേ ബഹുമാന പുരസരം സ്നേഹത്തോടെ വിയോജിക്കാൻ കഴിയുമ്പോൾ ഡെത്ത് ത്രെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുക. അദ്ദേഹത്തിന്റെ മുത്തശ്ശി സിഖ് ബോഡി ഗാർഡ്സാൽ വെടിയേറ്റ് വരിക്കപ്പെട്ടൊരു വ്യക്തി കൂടെയാണ്. ഇന്ദിരാഗാന്ധിയുടെ മഹത്വം കൂടി ആലോചിക്കണം. ഖാലിസ്ഥാനി മൂവ്മെന്റിന്റെ ടോപ്പിൽ നിൽക്കുമ്പോഴും, ഭിന്ദ്രൻവാലയെ പൂട്ടാനായിട്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അടക്കം വരുമ്പോഴും ഇന്ദിരാഗാന്ധി സ്വന്തം സിഖ് ബോഡി ഗാർഡ്സിനെ മാറ്റിയിട്ടില്ല. അത് മാറ്റുകയാണെങ്കിൽ രാജ്യത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാകും എന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി കരുതിയത് കൊണ്ടാണ് അവർക്ക് സിഖ് ബോഡി ഗാർഡ്സ് അവർ തന്നെ വെക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് ഒരുപാട് റൗണ്ട് നിറയൊഴിക്കുകയും ഇന്ത്യയുടെ ഉരുക്കുമരുതയെ നമുക്ക് നഷ്ടമാകുകയും ചെയ്തു. അപ്പോൾ ഈ ഡെത്ത് ത്രെറ്റ് എന്ന് പറയുന്നത്, ഇത്തരം തെറ്റായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് വളരെ മോശകരമാണ്. ഒരു കാരണവശാലും അത് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് അപലപനീയമായ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ വധഭീഷണിയിൽ FIR ഇട്ട് കേസെടുക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടേണ്ടത്. രണ്ട്, ശ്രീ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് റേസ് ചെയ്ത ഒരു വിഷയം കൂടി. രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വാഷിംഗ്ടൺ ജേർണലിസ്റ്റിനെ രാഹുൽ ഗാന്ധിയുടെ ടീം ആക്രമിച്ചു എന്ന വളരെ സീരിയസ് ആയ ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി റേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗ്രാവിറ്റി അതാണ്. ഓർക്കുക, ശ്രീ നരേന്ദ്രമോദി ആ ജേർണലിസ്റ്റിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ അദ്ദേഹം അത് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജേർണലിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, ശ്രീ രോഹിത് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: സാം പിത്രോദയുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സാം പിത്രോദയ ഇന്റർവ്യൂ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് അവർ കാര്യങ്ങൾ റേസ് ചെയ്യുമോ എന്ന് താൻ ചോദിച്ചു. അതിൽ സാം പിത്രോദയുടെ ടീം പ്രകോപിതരായി. സാം പിത്രോദ വെളിയിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ മൊബൈലിലുള്ള ഫോട്ടോയും വീഡിയോയും അടക്കം ഡിലീറ്റ് ചെയ്യിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യ ടുഡേ പോലെ വളരെ റെസ്പെക്റ്റബിൾ ആയ ഒരു മീഡിയ, ഒരു സെൻട്രിസ്റ്റ് മീഡിയ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും ഇന്ത്യ ടുഡേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അഥവാ രാഹുൽ ഗാന്ധിയുടെ ടീം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇനിയും കൂടുതൽ കാര്യം വെളിയിലിരിക്കേണ്ടി വരുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഡിലീറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇത് അതിശയോക്തി കലർത്തുകയാണോ എന്ന് അറിയില്ല. ആ വിഷയങ്ങൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. സാം പിത്രോദയെ അദ്ദേഹം വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ തനിക്ക് ഇന്റർവ്യൂ തരാമെന്ന് പറയുകയുണ്ടായി. എന്നാലും രാഹുൽ ഗാന്ധിയുടെ ടീമിന്റെ ഭാഗത്തു നിന്ന്, രാഹുൽ ഗാന്ധിയോ സാം പിത്രോദയോ അറിഞ്ഞു കാണില്ല, അവരുടെ ടീമിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെളിയിൽ വരണം, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശരികളുടെ കൂടെ നിൽക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വധഭീഷണി വന്നാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കണം. രാഹുൽ ഗാന്ധിയുടെ ടീം ഒരാളോട് മോശമായി പെരുമാറിയാൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. സിമിലർലി നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും ഇതേപോലെ അധിക്ഷേപമോ വധഭീഷണിയോ വന്നാൽ അത് തെറ്റാന്ന് പറയണം. അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെതിരെ വന്നാൽ തെറ്റാന്ന് പറയണം. അരവിന്ദ് കെജ്രിവാളിനെ ഒരു കാര്യവുമില്ലാതെ 6 മാസത്തോളം ജയിലിലിട്ട് തെറ്റാന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. തെറ്റിനെ തെറ്റായും ശരിയായും കണ്ടാൽ മാത്രമേ ഇന്ത്യ മഹാരാജ രക്ഷപ്പെടുകയുള്ളൂ. ആ രീതിയിലേക്ക് നമുക്ക് ഗാന്ധിയുടെ പാതയിലേക്ക്, മഹാത്മജിയുടെ പാതയിലേക്ക് പോകാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.